ശ്യാംരാജ്, ഇന്ന് ഏറ്റവും വലിയ വിമർശനവുമായി ഇന്ന് നിങ്ങളുടെ നേതാവ് കെ സുരേന്ദ്രൻ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-നെ പിന്തുണയ്ക്കാനുള്ള പോപ്പുലർ ഫ്രണ്ട് നീക്കം അപകടകരമാണ്. രാജ്യത്ത് കലാപമുണ്ടാക്കുകയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൂട്ടക്കൊല്ലുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ട്. അതിൻ്റെ പുതിയ രൂപം, രാഷ്ട്രീയ രൂപമായ SDPIയുടെ പിന്തുണ പറ്റുന്നതിനെ കോൺഗ്രസിനെ അങ്ങേയറ്റം വിമർശിക്കുകയാണ്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ അറിവോടുകൂടിയാണോ ഇതെന്നെല്ലാം ചോദിക്കുന്നു. പക്ഷേ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച അഡ്വക്കേറ്റ് സമ്പത്ത് പറയുന്നത് കേട്ടില്ലേ? ദിണ്ടിഗലിൽ നിങ്ങളുടെ കൂടെയല്ലേ, ADMK നിങ്ങളുടെ കൂടെയാണല്ലോ, അവിടുത്തെ സ്ഥാനാർത്ഥിയാണ് SDPIയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇത് തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുക? അങ്ങനെയൊന്നും വെളുപ്പിക്കാൻ നിൽക്കണ്ട നീലിമ. ഇവിടെ SDPIയെ വെളുപ്പിക്കേണ്ടത് ഞങ്ങളുടെ ജോലിയല്ല. അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ ഒരു തരത്തിലുള്ള ഉദ്ദേശം CPM-നോ LDF-നോ കൈരളിക്കോ എനിക്കോ ഇല്ല. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇക്കാര്യത്തിൽ വെളുപ്പിക്കാൻ വേണ്ടി നോക്കേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ സഖ്യകക്ഷിയാണോ ADMK? ADMK-ക്ക് വേണ്ടി വാദോരാതെ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി സംസാരിച്ചതൊക്കെ കണ്ടില്ലേ? ഞാൻ ചോദിക്കുന്നത് നിലവിൽ ഞങ്ങളുടെ സഖ്യകക്ഷിയാണോ? ADMK-യുമായി വളരെ അടുത്ത ബന്ധം BJP അവിടെ പുലർത്തുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. കച്ചത്തീവ് വിഷയത്തിലടക്കം പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ ADMK-യോടുള്ള നിലപാട് നമ്മുടെ മുന്നിൽ വളരെ പ്രകടമാണ്. ADMK-യുടെ നിലപാട് ചില വിഷയങ്ങളിലെ രാഷ്ട്രീയ നിലപാടാണെന്നേ. അത് നിങ്ങൾ ഇങ്ങനെ വളച്ചു കെട്ടിയൊക്കെ മൂക്കിൽ പിടിച്ചുകൊണ്ട് എത്ര മനോഹരമായിട്ടാണ് നിങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വെളുപ്പിക്കാൻ വേണ്ടി നോക്കുന്നത്. അങ്ങനെയൊന്നും വെളുക്കൂലെന്നേ. നിങ്ങൾ ഏതോ കാലഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം സഖ്യകക്ഷിയായിരുന്ന ഒരു പ്രസ്ഥാനം ഇവരുടെ ഒപ്പം നിന്ന് ഇലക്ഷൻ നിൽക്കുന്നു എന്നും പറഞ്ഞിട്ടൊന്നും നിങ്ങൾ ആരോപിക്കാൻ വേണ്ടി നിൽക്കണം. ഇവിടെ നോക്കൂ, ഈ കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് 2 ആഴ്ച മുമ്പ് ഇഫ്താർ വിരുന്നിൽ ആരൊക്കെ കൂടിയിട്ടാണ് കോഴിക്കോട് ഇരുന്നത്? ഈ അവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഇളമരം കരീമും അതോടൊപ്പം തന്നെ അവിടെ നിലവിലെ MP-യും കോൺഗ്രസിൻ്റെ MP സ്ഥാനാർത്ഥിയുമായിട്ടുള്ള MK രാഘവനും കൂടി ചേർന്നിട്ടല്ലേ ആ ചിത്രം കേരളം മൊത്തം ചർച്ച ചെയ്തില്ലേ? ഇവിടെ നോക്കൂ, ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷമായാലും കോൺഗ്രസ് പക്ഷമായാലും 2 പേർക്കും പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളുടെ വോട്ട് വേണം. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയും. ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്ന സമയത്ത് കേരളമാകെ വലിയ കലാപം നടത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു. ഒട്ടനവധി പൊതുമുതലുകൾ അവർ ഇല്ലാതാക്കി തച്ചു തകർത്ത് നശിപ്പിച്ചു കഴിഞ്ഞു. അവരുടെ സ്വത്ത് കണ്ടെത്തണം എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, നമ്മുടെ മുഖ്യമന്ത്രി, ഇവിടെ ഇരിക്കുന്ന ശ്രീ A സമ്പത്തിൻ്റെ നേതാവ്, അദ്ദേഹം എന്താ പറഞ്ഞത്? പോലീസിനോട് എന്താ പറഞ്ഞത്? അത്ര വലിയ തിടുക്കമൊന്നും കാട്ടേണ്ട. അതായത് തീവ്രവാദ കേസിന് നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്ഥാനത്തെ നിരോധിച്ചു എന്ന് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നിട്ടാണ് സ്വത്ത് കണ്ടു തുടങ്ങിയത്. നോക്കൂ, അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട്. ഈ ഹൈക്കോടതിയിലേക്ക് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിലേക്ക് വഴിതെളിച്ച സംഭവങ്ങൾ എങ്ങനെയാണ് എത്തിയത്? CPM കൊണ്ട് കൊടുത്തിട്ടാണോ? അരിയും മലരും കുന്തിരിക്കവും കാത്തുവെച്ചോളൂ എന്ന് പറഞ്ഞ് ആലപ്പുഴയിൽ മുദ്രാവാക്യം വിളിക്കുമ്പോൾ അതിനെതിരെ കേസെടുക്കാതെയല്ല ഹൈക്കോടതിയിൽ ഈ വിഷയം എത്തുന്നത്. P. ശ്യാംരാജ്, അത്തരത്തിലൊരു മുദ്രാവാക്യം ഉയർന്നപ്പോൾ കേരളത്തിന്റെ കമ്മ്യൂണൽ ഹാർമണിയെ അങ്ങേയറ്റം ഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഷയം വന്നപ്പോൾ CPIM LDF സർക്കാർ നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ പോലീസാണ് അവർക്കെതിരെ നടപടിയെടുത്തത്. എന്നിട്ട് അഭിമന്യുവിന്റെ പ്രതികളെ പിടിക്കാത്തത് എന്നിട്ട് ഇതുവരെ ആ കേസ് എന്തായി? ആ കേസിന്റെ ചാർജ് ഷീറ്റ് അടക്കം മോഷ്ടിക്കപ്പെട്ടിട്ടില്ലേ? എന്തേ പിടിക്കാത്തത്? അങ്ങനെ വെറുതെ ഒന്നും പറഞ്ഞു പോകരുത് നീലിമ. ഒന്നും ചെയ്തിട്ടില്ല. കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ ആയതുകൊണ്ടൊന്നുമില്ല. കേരളത്തിൻ്റെ ഇടതുപക്ഷ സർക്കാർ ആയതുകൊണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്നത് കൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെതിരെ SDPIക്കെതിരെയുള്ള കേസുകൾ വൈകിപ്പിച്ചിട്ടേ ഉള്ളൂ. നിങ്ങളുടെ തന്നെ SFIയുടെ തന്നെ രക്തസാക്ഷിയായിരുന്നിട്ടുള്ള അഭിമന്യു അവിടെ എൻ്റെ ജില്ലക്കാരനാണ്. വട്ടവട വീട്ടിലിരുന്നൊരു സുഖമായിട്ട് ഉറങ്ങുകയായിരുന്നു. അവനെ രാത്രി ആരോ വിളിച്ച് ക്യാമ്പസിലോട്ട് വിളിച്ചു. അന്ന് രാത്രി അവൻ കൊല്ലപ്പെട്ടു. ആ കേസ് എന്തായി? ആ കേസിലെ 1-ാം പ്രതി സ്വയം കീഴടങ്ങിയല്ലാതെ ആ കേസിലെ പ്രതിയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ നോക്കുന്ന പോലീസിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? അഡ്വക്കേറ്റ് A. സമ്പത്ത്, താങ്കൾക്ക് മറുപടി പറയാം. ഈ അഭിമന്യുവിൻ്റെ രക്തസാക്ഷിത്വം എന്നത്, അഭിമന്യുവിനെ കൊലപ്പെടുത്തിയത് ആര് എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ ഈ SDPI ആയാലും ശരി, അതല്ല ഇനി BJP ആയാലും ശരി, ഈ കുട്ടികളുടെ രക്തത്തിൻ്റെ കറ
വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ പേരിൽ ഈ ABVP പേരിലായാലും അതല്ല BJP പേരിലായാലും RSSന്റെ പേരിലായിരുന്നാലും ഈ കാര്യത്തിൽ എന്നെ പറയാനേ നിങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾക്ക് വല്ലാത്ത അസഹിഷ്ണുത ഉണ്ടെങ്കിൽ ഈ അഭിമന്യുവിനെ കൊന്ന പോപ്പുലർ ഫ്രണ്ടിനെ ഞാനിത് പറയാൻ നിങ്ങൾ പറയുമ്പോൾ വല്ലാതെ വേദനിക്കുന്നതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം ഞാൻ ചെയ്തത് കൃത്യമായി കൊണ്ടുവന്നാണ്. അതിൽ ആ കാര്യത്തിൽ ഞാൻ സമ്മതിക്കുന്നു. നിങ്ങളെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, അത് താങ്കൾക്ക് കൊണ്ടു എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെട്ടു. ഇനി പോപ്പുലർ ഫ്രണ്ട്, SDPI, ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടല്ല, ഇനി അടുത്ത് NDF, ഇതെല്ലാം തരാതരം പോലെ മാറുന്നു എന്നുള്ളത് ഈ അണലി മുറ്റിക്കഴിയുമ്പോൾ അതിന് ഈ കൊമ്പേറിയായി മാറും. അതിൻ്റേതായിട്ടുള്ള സ്വഭാവത്തിൽ ഒരു മാറ്റവും വരുന്നില്ല. അഭിമന്യുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൊലയാളികളെ പിടികൂടുന്നതും അത്തരം കാര്യങ്ങളിലും പോലീസ് യാതൊരു വിധത്തിലുള്ള കാലവിളംബവും അലംഭാവവും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇത് കോടതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത്തരം കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. കാരണം അത് കോടതി മുമ്പാകെ ഇരിക്കുന്നതാണ്. ആ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്ന് എല്ലാവരെക്കാൾ കൂടുതൽ ആഗ്രഹമുള്ള ഒരുത്തനാണ് ഞാൻ. കാരണം എന്നോടൊപ്പം പ്രവർത്തിച്ചതായ സഖാവ് KV സുധീഷ് എങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ളത്, സുധീഷിനെ കാണാനിരുന്നതിൻ്റെ 3 ദിവസം മുമ്പ് താങ്കളുടെ തന്നെ പ്രവർത്തകർ പോയി ആ വീട്ടിലിട്ട് അമ്മയുടെ മുന്നിലിട്ട് അരിങ്കൊല ചെയ്തതും, അതുപോലെ തന്നെ ഭാസ്കര കുമ്പിളയെ കൊല ചെയ്തതും, ഈ ശ്രീകുമാറിനെ കൊല്ലം SN കോളേജിൽ കൊല ചെയ്തതും, ഇങ്ങനെ നിരവധി രക്തസാക്ഷികൾ ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച ആളുകൾ പോയതിൻ്റെ വല്ലാത്ത വേദന ഉള്ളത്. ഏത് വിദ്യാർത്ഥിയായാലും ഏത് മനുഷ്യനായാലും അവരുടെ എല്ലാം ജീവൻ വളരെ വിലപ്പെട്ടതാണ്, എല്ലാ മനുഷ്യൻ്റെയും. ആ മനുഷ്യൻ്റെ ജീവന് വില കൽപ്പിക്കാത്ത മത തീവ്രവാദികളെയാണ് നാം കൃത്യമായി തിരിച്ചറിയേണ്ടത്. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നതിനെ വളരെ ലാഘവവൽക്കരിക്കുക, ഇങ്ങനെ 3 വെടി വെച്ചപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോയത് എന്നൊക്കെ പറഞ്ഞില്ലേ ഒരു നേതാവ്. ആര് എന്നിനി എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കണമോ? കൃത്യമായി ആസൂത്രണം ചെയ്തിട്ടായിരുന്നല്ലോ രാഷ്ട്രപിതാവിൻ്റെ കൊലപാതകം നടത്തിയത്. ആ കൊലപാതകത്തിന് ശേഷം നടത്തിയിട്ടുള്ള നരനായാട്ടുകൾ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ളത്, അതിലെല്ലാം തന്നെ വർഗീയ സംഘടനകൾക്ക് വലിയ പങ്കുണ്ട്. അത് RSSനെ പോലെ തന്നെയാണ് ഈ പറയുന്ന SDPIയും അവരുടേതായിട്ടുള്ള മറ്റു വിധത്തിലുള്ള സംഘടനകൾ. കുപ്പായം മാറുന്നത് പോലെ മാറും, അത്രേ ഉള്ളൂ. ഓക്കെ.